നമസ്കാരം. മുനമ്പം വേളാങ്കണ്ണി മാതാപ്പള്ളിയുടെ വികാരിയും മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ രക്ഷാധികാരിയും ആയ ഫാദർ ആന്റണി തറയിലിൻ്റെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടുകളെ വിമർശിച്ചുകൊണ്ടുള്ള എൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഭാരതം ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്നും നമ്മുടെ ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണെന്നും ഒക്കെ നാം വീമ്പ് പറയാറുണ്ട്. എന്നാൽ ഇവിടെ നിലവിലുള്ളത് യഥാർത്ഥത്തിലുള്ള ഒരു ജനാധിപത്യം ആണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമ്മുടെ ജനാധിപത്യം പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മളിൽ ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയ അടിമകൾ ആണ് എന്നുള്ളതുകൊണ്ടാണ്. ഒരാളുടെ ഈ രാഷ്ട്രീയ നിലപാട് നിശ്ചയിക്കപ്പെടുന്നത് രാഷ്ട്ര താല്പര്യത്തെ മുൻനിർത്തി അല്ല, മറിച്ച് ഒരാളുടെ മതം, ജാതി, വർഗം, കുടുംബം, ഈ പൂർവികരുടെ രാഷ്ട്രീയം, അല്ലെന്നുണ്ടെങ്കിൽ തനിക്ക് വ്യക്തിഗതമായി എന്തെങ്കിലും നേട്ടം ഏത് പാർട്ടിയിൽ നിന്നും ഉണ്ടാകും, ഇത്തരത്തിലുള്ള ഘടകങ്ങളെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരാളുടെ രാഷ്ട്രീയ നിലപാട് നിശ്ചയിക്കപ്പെടുന്നത്. അതിനാൽ മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളും തൻ്റെ രാഷ്ട്രീയം മാറ്റുന്നില്ല. അഥവാ മാറിയാൽ തന്നെയും അത് തൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രം ആയിരിക്കും. ജനനം മുതൽ മരണം വരെ ഒന്നും പഠിക്കാതെയും മനസ്സിലാക്കാതെയും ഒരു രാഷ്ട്രീയ അടിമയായി ജീവിക്കുന്നു, മരിക്കുന്നു. അതാണ് രാഷ്ട്രീയ നേതാക്കളുടെ ആവശ്യവും. കുറേ അടിമകളെ സൃഷ്ടിക്കുക, അവരെ അടിമകളായി തന്നെ നിലനിർത്തുക. അത്തരത്തിൽപ്പെട്ട കുറച്ച് അടിമകളാണ് നമ്മുടെ ഫാദർ ആന്റണി തറയിലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും. അവരുടെ ഗൂഢമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ ആരെയും ഒറ്റിക്കൊടുക്കും. അവരെ നമുക്ക് പച്ച മലയാളത്തിൽ കൊങ്ങികൾ എന്ന് നിസ്സംശയം വിളിക്കാം. ഞാനൊരു രാഷ്ട്രീയ അടിമ അല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ CPM-നും കോൺഗ്രസിനും BJP-ക്കും ഒക്കെ വോട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാനൊരു BJP-കാരൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ മുനമ്പ് വിഷയത്തിൽ ഞാൻ BJP ചെയ്തതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമ ആകാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സമയാസമയം നമ്മൾ തീരുമാനം എടുക്കാൻ തുടങ്ങിയാൽ ഈ രാഷ്ട്രീയക്കാരെല്ലാം നമ്മളെ ഭയപ്പെട്ടു തുടങ്ങും. കാരണം വോട്ടാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഏവരും ചെയ്താൽ മാത്രമേ നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവന ചെയ്ത രീതിയിലുള്ള ഒരു ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കുക എന്ന് പറയുന്നത്. അതായത് ആരെങ്കിലും സഹായിച്ചാൽ അയാളെ തന്നെ തിരിഞ്ഞു കൊത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഫാദർ ആന്റണി തറയിൽ അത്തരത്തിലുള്ള ഒരു ഉഗ്രൻ മൂർഖം പാമ്പാണ്. അതായത് മുനമ്പത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഉൾപ്പെടുന്ന 610ഓളം കുടുംബങ്ങൾക്ക് ഒരു പരിഹാരം നൽകിയ BJP-യെയാണ് അദ്ദേഹം ഇപ്പോൾ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കാര്യകാരണസഹിതം ഇവിടെ വ്യക്തമാക്കാം. സംസ്ഥാന സർക്കാർ നടപടി ഒന്നും തന്നെ എടുക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് സർക്കാർ ഇടപെട്ട് സ്റ്റാറ്റസ് കോ കീപ്പപ്പ് ചെയ്യുക. അതെങ്കിൽ 1989 മുതൽ 2022 വരെ ഏകദേശം 33 വർഷങ്ങൾ ഞങ്ങൾ കരടച്ചുകൊണ്ടിരുന്നു. അന്ന് ഈ ഭൂമിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് വഖഫ് ബോർഡ് ആസ്തി പട്ടികയിൽ ചേർത്തത്. അതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ സ്റ്റാറ്റസ് കോയിൽ ആക്കുക. അപ്പോൾ കരടയ്ക്കാൻ പറ്റും, ഞങ്ങൾ റവന്യൂ അവകാശങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാൻ പറ്റും. കോടതിയിലെ കേസുകൾ, വഖഫ് ട്രൈബ്യൂണലിലെ കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ വിധി വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം സംസ്ഥാന സർക്കാരിന് ഇടപെട്ട് തീർക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങളെ സംരക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ സാധിക്കും. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഉടനെ ചെയ്യാൻ സാധിക്കുന്നത് റവന്യൂ അവകാശങ്ങൾ ഉടനെ പുനഃസ്ഥാപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം ചുരുക്കി പറയുകയാണെങ്കിൽ 2022 മുമ്പുള്ള സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. അതായത് തൽസ്ഥിതി, അന്നത്തെ സ്ഥിതി തുടരണം എന്നാണ്. അതായത് തൽക്കാലത്തേക്ക് സർക്കാർ ഇടപെട്ട് ഈ മുനമ്പത്തെ ആൾക്കാർക്ക് റവന്യൂ അവകാശങ്ങൾ തിരിച്ചു നൽകണം എന്നാണ്. അദ്ദേഹം ഈ റവന്യൂ അവകാശങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കരം അടയ്ക്കുന്നത് മാത്രമാണോ, അതോ ഈ ഉടമസ്ഥാവകാശം കൂടി നൽകണം എന്നാണോ, അതോ ഈ ഉടമസ്ഥാവകാശം കൂടി അവർക്ക് തിരിച്ചു നൽകണം എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ
നമുക്കറിയാം, ഈ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് സർക്കാർ ഇടപെട്ട് മുൻപത്തെ ആൾക്കാർക്ക് നികുതി അടയ്ക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. ഈ പാവങ്ങൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ നികുതി അടയ്ക്കുന്നതിലൂടെ അവർക്ക് ഉടമസ്ഥാവകാശവും കിട്ടും എന്നായിരുന്നു. എന്നാൽ അങ്ങനെ അല്ല. റവന്യൂ രേഖകളിൽ വഖഫ് ബോർഡിന്റെ സ്വന്തമായ ഒരു വസ്തുവിൽ ഈ മുൻപത്തെ പാവം ആൾക്കാർ പോയിട്ട് ഈ കരം അടച്ചതുകൊണ്ട് അവർക്ക് ഒരു ഉപയോഗവും ഉണ്ടാകുന്നില്ല. സർക്കാരിലേക്ക് പൈസ കിട്ടും എന്നല്ലാതെ ഈ വ്യക്തികൾക്ക് യാതൊരു വിധത്തിലും ഉള്ള അവകാശങ്ങളും കിട്ടുന്നില്ല. അവിടെ സർക്കാർ ഈ പാവങ്ങളെ ശാന്തരാക്കാൻ വേണ്ടി സമർത്ഥമായി അവരെ പറ്റിക്കുകയായിരുന്നു. തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയെ സമീപിക്കുകയും ഇത്തരത്തിൽ ഈ കരം അടയ്ക്കാനുള്ള പെർമിഷൻ നൽകിയത് തെറ്റാണെന്നും അത് സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. അപ്പോൾ സിംഗിൾ ബെഞ്ച് ആദ്യം ഇവർക്ക് കരം അടയ്ക്കാനുള്ള അനുവാദം നൽകിയെങ്കിലും ഡിവിഷൻ ബെഞ്ച് അത് തടയുകയാണ് ഉണ്ടായത്. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ ഫാദർ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്. അതായത് ജുഡീഷ്യറിയുടെ അധികാരത്തിൽ എക്സിക്യൂട്ടീവോ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ ജുഡീഷ്യറിയോ കടന്നു കയറാൻ പാടില്ല. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ എന്നല്ല, ഈ ദേവേന്ദ്രൻ വന്നാൽ പോലും സംസ്ഥാന സർക്കാരിന് അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ നൽകാൻ സാധ്യമല്ല. കാരണം ആ വിഷയം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആണ്. അപ്പോൾ ഒരിക്കലും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ സർക്കാരിന് സ്വമേധയാ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കോടതി പറയാതെ ഈ സർക്കാരിന് അനങ്ങാൻ പോലും കഴിയില്ല. അത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിയമപരമായ അജ്ഞതയാണ്. ഒരിക്കലും നടക്കാത്ത ഒരു മനോഹര സ്വപ്നം മാത്രമാണ് അത്. ഉദാഹരണത്തിന് നമ്മുടെ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ സർക്കാർ അത് ഇതുവരെ തുറന്നു പോലും നോക്കിയിട്ടില്ല. കാരണം എന്താണ്? ആ കേസ്, അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ നിൽപ്പുണ്ട്. ഹൈക്കോടതി പറഞ്ഞു ഞങ്ങളുടെ അനുവാദം കൂടാതെ അത് തുറന്നു നോക്കിപ്പോകരുത്. അതുകൊണ്ടാണ് സർക്കാർ വളരെ ശാന്തമായി അത് തുറന്നു നോക്കാതെ ഇപ്പോഴും വച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ ഫാദർ മനസ്സിലാക്കിയാൽ വളരെ നന്നായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ പല പ്രാവശ്യവും ഞങ്ങൾക്ക് ഒരു വിജയം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ചിലപ്പോൾ വിധി വരാൻ ചിലപ്പോൾ താമസമെടുക്കും. പക്ഷേ വിധി ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മുൻപത്തെ ഭൂസംരക്ഷണ വേദിയോട് നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്നും ഒന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ദയവായി നിങ്ങൾ വഖഫ് ട്രൈബ്യൂണലിൽ സമയം പാഴാക്കാതെ പോകൂ എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. നാം ഓർക്കണം, അവരുടെ ദേവാലയമായ വേളാങ്കണ്ണി മാതാ പള്ളി പോലും വഖഫ് തങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ ഞാൻ പറഞ്ഞത് കേൾക്കാനുള്ള സന്മനസ് കാണിച്ചില്ല. ഇതൊക്കെ കഷ്ടമെന്നല്ലാതെ എന്താണ് പറയാനുള്ളത്? ഈ ഫാദർ നേതൃത്വം നൽകുന്ന ഭൂസംരക്ഷണ സമിതി ജനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പിരിച്ചതിന് ശേഷം ഹൈക്കോടതി വരാന്തയിലും ചാനൽ 4ലും മറ്റും അറുമാദിച്ച് നടന്നു. ഭാഗ്യത്തിന്, മുനമ്പങ്കാരുടെ ഭാഗ്യത്തിന് ആ സമയത്ത് വഖഫ് ബോർഡ് ഒരു വിധി പറഞ്ഞില്ല. അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓടിച്ചപ്പോൾ മാത്രമാണ് അവർ ഈ വഖഫ് ട്രൈബ്യൂണലിൽ പോകാൻ നിർബന്ധിതരായത്. അതും മുനമ്പത്തെ ജനങ്ങളെ പേടിച്ചതുകൊണ്ട് മാത്രം. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോൾ വിളിച്ചു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പല സമയങ്ങളിലും തനിക്ക് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വഖഫ് ട്രൈബ്യൂണലിൽ ഒരു കേസ് പോലും കൊടുക്കാതെ ഇദ്ദേഹം എങ്ങനെയാണ് ഒരു വിജയപ്രതീക്ഷ കണ്ടത്? മുൻപത്തെ 610 ആൾക്കാരെ രക്ഷിക്കേണ്ട ചുമതല അദ്ദേഹം ഫറൂഖ് കോളേജിന് നൽകിയിരുന്നു. കാരണം അവരാണല്ലോ കേസ് നടത്തിക്കൊണ്ടിരുന്നത്. 610 കുടുംബങ്ങളുടെ ഭാവി ഇതുപോലെ തട്ടിക്കളിക്കാൻ ആരെങ്കിലും തയ്യാറാകും? ഇതായിരുന്നു ഭൂസംരക്ഷണ സമിതി കേസ് നടത്തിയ രീതി. സാധാരണഗതിയിൽ നാം നേരെ നോക്കുമ്പോഴാണ് ഒരു വിജയപ്രതീക്ഷ ഉണ്ടാകുന്നത്. എനിക്കറിയാം, മുൻപത്തെ ഭൂരിഭാഗം ജനങ്ങളും ഇപ്പോൾ നേരെ നോക്കുകയാണ്. കാരണം അവർ ഇപ്പോൾ ഒരു വിജയത്തിൻ്റെ പ്രതീക്ഷയിലാണ്. ഒരു കേസ് പോലും നൽകാതെ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് പറയാൻ അസാമാന്യമായ തൊലിക്കെട്ടി തന്നെ വേണം. അത് ഇദ്ദേഹത്തിന് ഉണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നു ഞങ്ങൾക്കാണ് 100% വിജയപ്രതീക്ഷ ഉള്ളത് എന്ന്. എന്നാൽ തുടർന്ന് അദ്ദേഹം പറയുന്നത് കൂടി നിങ്ങൾ സദയം ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ നമ്മൾ വാദിക്കുന്നത് ഇത് വഖഫ് ഭൂമിയോ അല്ലയോ എന്നല്ല. ഒരു ഭൂമി വഖഫായിട്ട് ആസ്തി പട്ടികയിൽ ചേർക്കുന്നതിന് മുമ്പ് അവിടുത്തെ പ്രദേശവാസികളെ അറിയിക്കുക, നോട്ടീസ് കൊടുക്കുക, അത് സർവേ ചെയ്യുക, മൂന്നാമതായിട്ട് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുക. ഇതൊന്നും ചെയ്തിട്ടില്ല. വഖഫ് നിയമങ്ങൾ പറയുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്, സെക്ഷൻസ് എല്ലാം വ്യക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും ചെയ്യാതെ വഖഫ് ബോർഡ് ആസ്തി പട്ടികയിൽ ചേർക്കുമ്പോൾ അത് തന്നെ നിയമവിരുദ്ധമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതോടുകൂടി ഈ പ്രശ്നം അവിടെ അവസാനിക്കും.
അദ്ദേഹം പറയുന്നത് അവർ വഖഫ് ട്രൈബ്യൂണലിൽ വാദിക്കുന്നത് ഈ വഖഫ് ബോർഡ് മുൻപത്തെ ഒരു വഖഫായി പ്രഖ്യാപിച്ചത് ശരിയായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഈ രീതി ശരിയല്ല, വഖഫ് ബോർഡ് മുൻപത്തെ ഏറ്റെടുത്ത രീതി ശരിയല്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഭാവിയിൽ വഖഫ് ബോർഡിന് വേണമെങ്കിൽ ശരിയായ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ കേസ് കൊടുക്കുന്നതിലൂടെ മുൻപത്തെ വീണ്ടും ഒരു വഖഫാണെന്ന് ആവശ്യപ്പെടാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പിന്നെ അതെങ്ങനെയാണ് ഒരു ശാശ്വത പരിഹാരം ആവുന്നത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്നാൽ ജോസഫ് സെബാസ്റ്റ്യൻ കൊടുത്തിരിക്കുന്ന കേസിൽ ഞങ്ങൾ വാദിക്കുന്നത് ഈ നടപടിക്രമങ്ങൾ ശരിയല്ല എങ്കിൽ തന്നെയും അതിനോടൊപ്പം നമ്മൾ വാദിക്കുന്നത് മുനമ്പം ഒരു വഖഫ് ഭൂമി അല്ല എന്നുകൂടിയാണ്. അതാണ് അവിടുത്തെ വ്യത്യാസം. അതിനുള്ളിൽ ചിലപ്പോൾ വഖഫ് ട്രൈബ്യൂണലുകളിൽ ഉള്ള കേസുകൾ ചിലപ്പോൾ വിധി വരികയാണെങ്കിൽ ഈ പ്രശ്നം അവിടെ തന്നെ പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. നാം ഓർക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലിൽ നിന്നും അഥവാ മുനമ്പത്തിന് അനുകൂലമായി ഒരു വിധി വന്നാൽ പോലും പിന്നെയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സുപ്രീം കോടതി വരെ ഏകദേശം 50 വർഷം എടുത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരും. അതുവരെ ഈ സ്റ്റാറ്റസ് കോ അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. നിങ്ങൾക്ക് നിങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ച് കിട്ടത്തില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഈ ഫാദർ പറയുന്നത് വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്തിമവും ശാശ്വതവും ആയിരിക്കും എന്ന്. അപ്പോൾ കലികാലം എന്നല്ലാതെ എനിക്കൊന്നും തന്നെ പറയാനില്ല. ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് സാർ എന്നോട് അറിയിക്കുകയുണ്ടായി, മന്ത്രി കിരൺ റിജിജു സാർ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കും. വലിയൊരു പ്രഖ്യാപനമായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത ആരോപണം എന്ന് പറയുന്നത് ഷോൺ ജോർജ് അദ്ദേഹത്തിന് ഒരു വാഗ്ദാനം നൽകിയിരുന്നു. അതായത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് വരുമ്പോൾ ഒരു പ്രഖ്യാപനം നടത്തും. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നതിനാണോ ഒരു കേന്ദ്രമന്ത്രി മുനമ്പത്ത് വന്ന് നടത്തുന്ന ഒരു പ്രഖ്യാപനത്തിനാണോ കൂടുതൽ വില എന്ന് നിങ്ങൾ തന്നെ പറയുക. ഈ ആക്ട് പാസ്സായ ഉടനെ തന്നെ ഈ ഫാദറിന്റെ പാർട്ടിയായ കോൺഗ്രസും രാമചന്ദ്രൻ കമ്മീഷനെ നിയമിച്ച് ജനങ്ങളെ പറ്റിച്ച് അവരുടെ കണ്ണിൽ പൊടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് പറഞ്ഞ LDF നേരെ ഓടി സുപ്രീം കോടതിയിൽ പോയി. എന്തിനായിരുന്നു? സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മുസ്ലിം വോട്ടിന് വേണ്ടി മാത്രം. അവിടെ പോയിട്ട് പറഞ്ഞു ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, ഇതിനെ സ്റ്റേ ചെയ്യണം എന്ന്. അങ്ങനെ ആ വിഷയം വന്നിട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ആയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം കോടതി പിന്നെ ഒരു വിധി പറയുന്നത് വരെ സർക്കാരിന് അനങ്ങാനേ സാധ്യമല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇതുപോലെ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി മുനമ്പത്ത് വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യം ആകുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷേ ഈ പാതിരിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. വഖഫ് അമെൻമെന്റ് ബില്ല് പാസ്സാക്കുക എന്നത് മാത്രമായിരുന്നു BJPയുടെ ലക്ഷ്യം. ആ ബില്ല് പാസ്സായതിനു ശേഷം പിന്നെ ഞാൻ കാണുന്നത് ഒരു അകഴ്ചയാണ്. പ്രശ്നം പരിഹരിക്കുന്നതായിട്ട് ഒന്നും തന്നെ കണ്ടില്ല. അപ്പോൾ വഖഫ് അമെൻമെന്റ് ബില്ല് പാസ്സാകാനായിട്ട് സഭയുടെ സപ്പോർട്ട് വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് KCBC ആണെങ്കിലും അതിനുശേഷം CBCA ആണെങ്കിലും ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് കൂടി നിൽക്കുകയായിരുന്നു. പക്ഷെ അതിനുശേഷം BJP പാർട്ടിക്ക് അവരുടെ പ്രശ്നം ബില്ല് പാസ്സായതിലൂടെ അവർ പ്രശ്നം തീർന്നത് പോലെ ആയിപ്പോയി. ഇനി പാർട്ടിയുടെ ലക്ഷ്യം കഴിഞ്ഞു, പാർട്ടിയുടെ ഉദ്ദേശം ഇതായിരുന്നു, ഇനി ഇതിങ്ങനെ തന്നെ പോകട്ടെ. ഇത് കേട്ടാൽ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുക? ഇദ്ദേഹം പറയുന്നത് സഭയുടെ സഹായം കൊണ്ടാണ് ഈ ബില്ല് പാസ്സായി ആക്ട് ആയത് എന്നാണ്. നമുക്കറിയാം നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അല്ലാതെ കേരളത്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനി MP പോലും ഈ ആക്ട് പാസ്സാക്കാൻ വേണ്ടി ഉള്ള വോട്ട് നൽകിയില്ല. അവരെല്ലാവരും തന്നെ മുനമ്പത്ത് വരികയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. മുനമ്പം വിട്ട ഉടനെ തന്നെ അവരവരുടെ സ്റ്റാൻഡും മാറ്റി. എങ്ങനെയാണ് ഫാദർ ഈ സഭയുടെ സഹായം കൊണ്ടാണ് ഈ ബില്ല് പാസ്സായത് എന്ന് നിങ്ങൾക്ക് ഒരു ഉളുപ്പും ഇല്ലാതെ പറയാൻ സാധിക്കുന്നത്? എന്നിട്ട് കേസുമായി സുപ്രീം കോടതിയിൽ പോയ LDFനും കോൺഗ്രസിനും ഒന്നും അല്ല പ്രശ്നം. ഇദ്ദേഹം പറയുന്നത് ആക്ട് പാസ്സായതിനു ശേഷം BJP ഒന്നും ചെയ്തില്ല എന്ന്. BJPക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്ന കാര്യമാണ് ഞാൻ ഫാദറിനോട് പറയുന്നത്. ബിൽ പാസ്സായി ആക്ട് ആയപ്പോൾ BJPയുടെ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ ഫാദറെ, BJPയുടെ ഏതെങ്കിലും ഈ പാർട്ടി ഓഫീസോ മറ്റോ ഈ വഖഫ് ബോർഡ് എടുത്തുകൊണ്ട് പോയിരുന്നു അവരുടെ പ്രശ്നം തീരാൻ? ഇത്രയൊക്കെ അദ്ദേഹം BJPയെ ആക്രമിക്കുന്നു എങ്കിലും സ്വന്തം പാർട്ടിയായ കോൺഗ്രസിനെയോ അതുപോലെ തന്നെ LDFനെയോ പറ്റിയിട്ട് അദ്ദേഹം ഒരു ആരോപണവും ഉന്നയിക്കുന്നില്ല. മറ്റൊരു കാര്യം, ഈ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വഖഫ് ആക്ടിലെ ചില ക്ലോസുകൾ സ്റ്റേ ചെയ്യുന്നുണ്ടായി. അത് മുൻപത്തെ ബാധിക്കുന്നതാണോ? ഇല്ല, അതൊന്നും മുൻപത്തെ ബാധിക്കുന്നില്ല. മാത്രമല്ല അത് വിധി വന്നിരിക്കുന്നത് കൊണ്ട് ഇത്രയും ദിവസവും
BJP പാർട്ടിക്ക് ഒരു ചട്ടം രൂപീകരിക്കാൻ സാധിക്കുന്നില്ല, കാരണം ഇതിന് സ്റ്റേ ഓർഡർ വന്നിരിക്കുന്നതുകൊണ്ടാണെന്ന് ഒരു എക്സ്ക്യൂസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഉടനെ തന്നെ കൂടി ഒരു ചട്ടങ്ങൾ രൂപീകരിച്ച് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇതുവരെ BJPയെ പുലഭം വിളിച്ചുകൊണ്ടിരുന്ന ഈ പാതിരി ഇപ്പോൾ പറയുന്നു, ഈ വിധി വന്നതിന് ശേഷം ഇനി വേണമെങ്കിൽ നമ്മുടെ സർക്കാരിന് റൂൾസ് ഫ്രെയിം ചെയ്തിട്ട് ഈ മുനമ്പത്തെ സഹായിക്കാൻ പറ്റും എന്ന്. അപ്പോൾ ഇതുവരെ അദ്ദേഹം വിളിച്ചു കൂവിയതൊക്കെ കള്ളമായിരുന്നു എന്നല്ലേ ഈ പ്രസ്താവന തെളിയിക്കുന്നത്? എന്നാൽ തീർന്നിട്ടില്ല. തൊട്ടടുത്ത നിമിഷം ഈ BJP എന്ന് പറയുന്നത് തിന്മയുടെ പ്രതിരൂപങ്ങളാണ് എന്ന് വീണ്ടും ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത് കേൾക്കുക. ഈ ഒരു സമരം കൊണ്ട് നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും സമരം ഇല്ലാതാക്കാനായിട്ട്, പൊളിച്ചെടുക്കാനായിട്ട് പല തിന്മയുടെ ശക്തികൾ എപ്പോഴും കടന്നു വരും. അത് സ്വാഭാവികമാണ്, എല്ലാ സമരങ്ങളിലും സംഭവിക്കുന്നത്. ഇവിടെയും അതന്നെ സംഭവിക്കാൻ തുടങ്ങി. രാഷ്ട്രീയ പാർട്ടി അവിടെ മുതലെടുക്കാനായിട്ട് തുടങ്ങി. പറഞ്ഞതുപോലെ 50 പേർ അവർ അംഗത്വം സ്വീകരിച്ചു. എന്നാലും അത് കഴിഞ്ഞ് അവർ ഈ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം അതോടൊപ്പം തന്നെ ചിലർ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫ്ലക്സ് കൊണ്ടുവന്ന് വയ്ക്കുകയും ആ ഫ്ലക്സ് വരും അരമണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായത്തോട് പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല, കാരണം ഞാനൊരു BJPക്കാരൻ അല്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് 100% പറയാൻ പറ്റും. അതായത് BJP മുനമ്പം വിഷയത്തിൽ എടുത്ത കാര്യങ്ങളെല്ലാം, അറിഞ്ഞോ അറിയാതെയോ എടുത്ത കാര്യങ്ങളെല്ലാം 100% മുനമ്പത്തിന് അനുകൂലമായ കാര്യങ്ങൾ ആയിരുന്നു. അതുകൊണ്ട് ഈ BJP തിന്മയുടെ ശക്തിയാണോ നന്മയുടെ ശക്തിയാണോ എന്നുള്ള കാര്യം നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തീരുമാനിക്കുക. ഈ പുതിയ ഭേദഗതി നിയമം നിലവിൽ വരുന്നതോടുകൂടി മുനമ്പത്തെ വിഷയം വളരെ പെട്ടെന്ന് ശാശ്വതമായി പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. അഥവാ ആ നിയമത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ഒരു പരിഹാരം തേടേണ്ട ഗതികേടിൽ ആയിരുന്നു എങ്കിൽ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭേദഗതി നിയമം വന്നില്ലായിരുന്നു എങ്കിൽ കുറഞ്ഞത് നൂറ്റാണ്ടെങ്കിലും എടുത്താൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും ആയിരുന്നുള്ളൂ. അവിടെയാണ് BJP സർക്കാർ ഇപ്പോൾ ചെയ്തതിൻ്റെ പ്രസക്തി. അഥവാ ഇപ്പോൾ ഭാരതം ഭരിച്ചുകൊണ്ടിരുന്നത് ഈ ഫാദറിൻ്റെ പാർട്ടിയായ കോൺഗ്രസ് ആയിരുന്നു എങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു എന്ന് ബോധത്തോടുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. കോടതിയിൽ വ്യവഹാരങ്ങൾ വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഹൈക്കോടതിയിലും വഖഫ് ട്രൈബ്യൂണലിലും ഒത്തിരി കേസുകളുണ്ട്. അതിങ്ങനെ നീണ്ടുപോവുകയാണ്. അദ്ദേഹം പറയുന്നത് ട്രൈബ്യൂണലിലും ഹൈക്കോടതിയിലുമൊക്കെ നിരവധി കേസുകളുണ്ട്, അത് നീണ്ടു പോവുകയാണ് എന്ന്. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞു 2022 വരെ മുനമ്പംകാർക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്ന്. ആരാണ് ഫാദർ താങ്കൾക്ക് ഈ പ്രശ്നം ഉണ്ടാക്കി തന്നത്? നിങ്ങൾ പറയും നിസാർ കമ്മീഷൻ, അച്യുതാനന്ദൻ, വഖഫ് ബോർഡ്. ഒന്നുമില്ല. 1995 ഇത്രയും ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ആക്ട് 1995 ഇന്ത്യൻ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച കോൺഗ്രസ് മാത്രമാണ് നിങ്ങളെ ഇന്ന് കോടതികളിൽ തേരാപാര കയറ്റി ഇറക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യവും ഇല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സാണ് നിങ്ങളെ ഈ ഗതികേടിൽ എത്തിച്ചത് എന്നാണ്. ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ ഒത്തിരി വിഷമത്തോടു കൂടി ചിന്തിക്കുകയാണ്, ശ്രദ്ധ ക്ഷണിക്കുന്ന സമരം ആരുടെയെങ്കിലും ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഈ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിന് ആരുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. അദ്ദേഹം തന്നെ പറയുന്നു, റൂൾസ് ഫ്രെയിം ചെയ്തു കഴിഞ്ഞാൽ ഇനി മുനമ്പത്തെ വിഷയം പരിഹരിക്കപ്പെടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അഥവാ ആരുടെയെങ്കിലും ശ്രദ്ധ ക്ഷണിച്ചാൽ തന്നെയും ഒന്നും സഹായിക്കാൻ പറ്റാത്ത രീതിയിലല്ലേ താങ്കളുടെ പാർട്ടിയായ കോൺഗ്രസ് 1995 തുടർന്ന് 2013 ഈ വഖഫ് ആക്ട് കൊണ്ടുവന്നത്? പിന്നെന്തിനാണ് താങ്കൾ അവിടുത്തെ പാവപ്പെട്ട ആൾക്കാരുടെ ജോലിയും കൂലിയും ഒക്കെ നഷ്ടപ്പെടുത്തി അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം? എനിക്കറിയാം ഈ സമരം ഇങ്ങനെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ട് ആണ് എന്ന്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളിക്കത്തിയ തീ ഇല്ല. കാരണം വഖഫ് അമെൻമെന്റ് ബില്ല് പാസ്സായതോടുകൂടി പലരും ചിന്തിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ്. അതല്ല, പരിഹരിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ തുടർന്ന് സമരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരുമിച്ച് ഒറ്റ കൂട്ടുകെട്ടിൽ തന്നെ നമുക്ക് പോകണം, കൂട്ടായ്മയിൽ തന്നെ പോകണം. കാരണം നമ്മുടെ സമരം കൂട്ടായ്മയിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഇത് എല്ലാവരും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, നിർദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിൽ ഒരു ധർണ നടത്തുകയും അവിടെ എല്ലാ ക്രൈസ്തവ സംഘടനകളും അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളും ഒരുമിച്ച് ഗവൺമെന്റ് മുമ്പിൽ, സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നം സമർപ്പിച്ചുകൊണ്ട് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ഒരു സമരം നടത്താമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്.
അദ്ദേഹം തന്നെ പറയുന്നു സമരത്തിന് തീയൊക്കെ പോയി ഇപ്പോൾ പുക മാത്രമേ വരുന്നുള്ളൂ എന്ന്. ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി അഥവാ നിങ്ങൾ പാർലമെന്റ് മന്ദിരത്തിൻ്റെ അകത്ത് പോയിരുന്ന് ഒരു 100 വർഷം സമരം ചെയ്താലും ഒരു സമരത്തിൽ കൂടി നിങ്ങൾക്ക് ഒരു പരിഹാരവും കിട്ടാൻ പോകുന്നില്ല. ഈ 2-3 പേരെയൊക്കെ വെച്ച് ഈ സമരം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ BJP ഉടൻ തന്നെ ഇവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം കൊടുക്കും. അപ്പോൾ പറയാൻ സാധിക്കും, ഞങ്ങൾ ഈ സമരം നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് പരിഹാരം കിട്ടിയത് എന്നോ. കൂടാതെ ഞങ്ങളുടെ ഈ സമരത്തിന് പിന്തുണ കൊടുത്തത് കോൺഗ്രസ് അനുകൂല സംഘടനകളായ ഈ KLCയും KRLCCയും ആയിരുന്നു. അതുകൊണ്ട് ദ ക്രെഡിറ്റ് ഗോസ് ടു ദ കോൺഗ്രസ് എന്ന് ഭാവിയിൽ പറയാൻ വേണ്ടിയിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെയൊക്കെ നേതാക്കൾക്ക് അടുത്ത ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ സമരത്തിന് ഇങ്ങനെ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്നത്. അതായത് നിങ്ങളെ വധശിക്ഷയ്ക്ക് വിധിച്ചവരെ തന്നെ നിങ്ങളുടെ രക്ഷകരായി പ്രഖ്യാപിക്കാനുള്ള ഒരു ഗൂഢതന്ത്രമാണ് നിങ്ങളുടെ ഈ സമരം. അതിനാൽ നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാർത്ഥത ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഈ സമരം പിരിച്ചുവിടുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് പരിഹാരം ഒന്നുകിൽ കോടതിയിലൂടെ, അതിന് നീണ്ട യാത്ര ചെയ്യേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഈ മുനമ്പത്ത് ഇപ്പോഴുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇഹലോകവാസം വെടിഞ്ഞു കാണും, നമ്മുടെ അടുത്തതെ ദിവംഗതനായ ജാക്സനെ പോലെ. അല്ലെങ്കിൽ ഒരു നിയമ ഭേദഗതിയിലൂടെ നിങ്ങൾക്ക് പരിഹാരം കിട്ടണം. അതാണ് ഇപ്പോൾ BJP സർക്കാർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഫാദർ ആന്റണി തറയിലിന് അദ്ദേഹം കൊടുത്ത നിവേദനത്തിൽ എന്താണ് എഴുതിയിരുന്നതെന്നോ അതിൽ എന്തൊക്കെയാണ് അനുവദിച്ച് കിട്ടിയതെന്നോ എന്നും ഒരു ധാരണയും ഇല്ല. അഥവാ ഞാൻ നിങ്ങളോട് പറയുന്നു, അദ്ദേഹം കൊടുത്ത നിവേദനത്തിലെ 7ാമത്തെ ആവശ്യം അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് 2Aയിൽ കൂടി പരിഹാരം കിട്ടിയിരിക്കുന്നത് എന്നുള്ള സത്യം പോലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അപ്പോഴും BJPയെ തെറി വിളിച്ചുകൊണ്ടേ നടക്കുന്നു. എന്നിട്ടും കിട്ടിയ പരിഹാരം അദ്ദേഹം തൻ്റെ ലോഹയുടെ പോക്കറ്റിൽ ഇട്ടിട്ട് ഈ കസ്തൂരി മാനിനെ പോലെ കസ്തൂരി തേടിയല്ല, അദ്ദേഹം പരിഹാരം തേടി ഇപ്പോൾ മുനമ്പത്തുകൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഒരുപക്ഷെ അവിടുത്തെ തിരമാലകൾ പോലും അദ്ദേഹത്തെ കളിയാക്കി ചിരിക്കുന്നുണ്ടാകും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അദ്ദേഹം കൊടുത്തിരുന്ന നിവേദനത്തിൽ എന്തൊക്കെയായിരുന്നു ആവശ്യപ്പെട്ടത് എന്നും എന്തൊക്കെയാണ് അംഗീകരിച്ചതും എന്നൊക്കെ ചേർത്തിട്ട് ഞാൻ അടുത്ത് തന്നെ മറ്റൊരു വീഡിയോയും കൂടി ചെയ്യുന്നതാണ്. അതിനാൽ മുൻപത്തെ ജനങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക. ഒറ്റക്കെട്ടായി നിന്നിട്ട് ഈ വരാൻ പോകുന്ന റൂൾസിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഈ സമരങ്ങളൊക്കെ നിർത്തി അതിനുള്ള ശ്രമങ്ങളിൽ ഭാഗഭാക്കാക്കുക. കേരള BJPയുടെ ലീഗൽ സെല്ലാണ് നിങ്ങൾക്ക് ആവശ്യമായ ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. സത്യം പറയട്ടെ, എനിക്ക് ആ സെല്ലിനോട് യാതൊരു വിശ്വാസവുമില്ല. കാരണം അവർ കഥയറിയാതെ ആട്ടം കാണുകയാണ്. അങ്ങനെ ഗതി കെട്ടിട്ട് ഞാനും ഫാദർ ജോഷി മയ്യാറ്റിലും കൂടി ചേർന്ന് നിങ്ങൾക്ക് ആവശ്യമായ 4 ചട്ടങ്ങൾ മാത്രം തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഉടൻ തന്നെ നാം പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും രാജീവ് ചന്ദ്രശേഖരനും കേന്ദ്രമന്ത്രി റിജിജുവിനും അയച്ചു കൊടുക്കുന്നത് ആയിരിക്കും. ആ 4 ചട്ടങ്ങൾ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുൻപത്തെ വിഷയം വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും. ആരും നിങ്ങളുടെ സമരത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെയും ഒരാൾ ശ്രദ്ധിച്ചു. ആ ആളെ നമുക്ക് ദൈവം എന്ന് വിളിക്കാം. അത് അള്ളാഹു ആയിരിക്കാം, ശിവഭഗവാൻ ആയിരിക്കാം, നിങ്ങളുടെയൊക്കെ തന്നെ ജീസസ് ക്രൈസ്റ്റും ആയിരിക്കാം. അതാരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് 100% പരിഹാരം ഉറപ്പായി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന് മുൻപത്തെ ജോസഫ് സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള 5 പേരുടെ കേസ് നടത്തുന്ന എനിക്കും കൂടി അല്പസമയം നിങ്ങൾ അനുവദിക്കണം. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നെവർ എന്നാണ് പറയുന്നത്. അതായത് ഒരു കാര്യം കിട്ടാതിരിക്കുന്നതിലും നല്ലത് അല്പം വൈകിയെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. ഈ ഭൂസംരക്ഷണ സമിതിക്കാരെ നിങ്ങൾ കുടിച്ച വെള്ളത്തിലും വിശ്വസിക്കരുത്. അവരിൽ നിന്ന് കഴിയുന്നതും അകലം നിങ്ങൾ പാലിക്കണം. നിങ്ങളുടെ മോചനമല്ല, മറിച്ച് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് അവർ നടത്തി വരുന്നത് എന്നും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാദർ ആന്റണി തറയിലിൻ്റെ വഞ്ചനയുടെ കഥകളുടെ അവസാന ഭാഗവുമായി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ വീണ്ടും വരും. അന്ന് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.